1971 ഡിസംബർ 24 ലോകം ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലായിരുന്നു. പെറുവിലെ ആമസോൺ കാടുകൾക്ക് മുകളിൽ ഒരു വിമാനം കത്തിയമർന്നു. 92 യാത്രക്കാരിൽ 91 പേരും മരിച്ചു. എന്നാൽ 17-കാരിയായ ജൂലിയാൻ കോപ്കെ മാത്രം രക്ഷപ്പെട്ടു. ഇടിമിന്നലേറ്റ് രണ്ടായി പിളർന്ന കത്തുന്ന വിമാനത്തിൽ നിന്ന് അവൾ എങ്ങനെ രക്ഷപ്പെട്ടു? ആകാശത്തുനിന്ന് ആയിരക്കണക്കിന് മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ചിട്ടും അവൾ എങ്ങനെ ജീവനോടെ രക്ഷപ്പെട്ടു? ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ അതിജീവന കഥയാണ് ഇത്. സുവോളജിസ്റ്റുകളായ മാതാപിതാക്കളുടെ മകൾ ജൂലിയാൻ ക്രിസ്മസ് ആഘോഷിക്കാൻ അമ്മയോടൊപ്പം ലിമയിൽ നിന്ന് പുക്കാൽപ്പയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ലാൻസ ഫ്ലൈറ്റ് 508 എന്ന വിമാനം ആമസോണിന് മുകളിലെത്തിയപ്പോൾ കടുത്ത ഇടിമിന്നലിൽപ്പെട്ടു. ഒരു മിന്നൽ വിമാനത്തിന്റെ ചിറകിൽ പതിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം തകർന്നു പിളർന്നു. പിന്നീട് ജൂലിയാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ ചുറ്റുമുള്ള സീറ്റുകൾ വായുവിൽ പറക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ താഴേക്ക് പതിക്കുകയായിരുന്നു. സീറ്റ് ബെൽറ്റ് എന്നെ സീറ്റുമായി ബന്ധിച്ചിരുന്നു. താഴെ പച്ചക്കാട് മാത്രം. അത്ഭുതകരമായി അവൾ സീറ്റോടുകൂടി തന്നെ താഴേക്ക് പതിച്ചു. കാട്ടിലെ മരക്കൊമ്പുകളിൽ സീറ്റ് തട്ടിയതിനാൽ വീഴ്ചയുടെ വേഗം കുറച്ചു. ചില റിപ്പോർട്ടുകൾ പ്രകാരം അവൾ മരങ്ങളുടെ മുകളിലൂടെ തട്ടി താഴേക്ക് പതിച്ചതിനാലാണ് ആഘാതം കുറയുകയും അതുകൊണ്ടാണ് അവൾ ജീവനോടെ രക്ഷപ്പെടുകയും ചെയ്തത് എന്നാണ്. തകർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ തലയ്ക്ക് പരിക്കും കോളർ ബോണിന് ഒടിവുമായി അവൾ കണ്ണു തുറന്നു. ചുറ്റും കൊടും കാട്. അമ്മയെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. എന്നാൽ അവൾക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു: കാടിനെ ഭയന്നാൽ ജീവൻ നിലനിർത്തുവാനാവില്ല. ജീവിക്കാൻ അവൾ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഓർത്തെടുത്തു. ദാഹം ശമിപ്പിക്കാൻ അവൾ ഒരു ചെറിയ അരുവി കണ്ടെത്തി. അരുവികളെ പിന്തുടരുക, അത് വലിയ നദികളിലേക്കും മനുഷ്യരിലേക്കും എത്തിക്കുമെന്ന പിതാവിന്റെ ഉപദേശം അവൾ പിന്തുടർന്നു. അവൾ അരുവിയുടെ ഓരം ചേർന്ന് കാട്ടിലൂടെ നടന്നു. അവളുടെ കൈവശമുണ്ടായിരുന്നത് വിമാന അവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ മിഠായി പാക്കറ്റ് മാത്രം. അതായിരുന്നു അവളുടെ ഏക ഭക്ഷണം. പല ദിവസങ്ങളും അവൾ ഭക്ഷണം കൂടാതെ വെറും വെള്ളം കുടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. മുറിവുകളിൽ ഈച്ചകൾ മുട്ടയിട്ട് പുഴുക്കൾ വളർന്നു. വേദന സഹിച്ചുകൊണ്ട് അവൾ നടന്നു. രാത്രിയിൽ കാട്ടിൽ ഉറങ്ങുകയും പകലിൽ അരുവി പിന്തുടർന്ന് നടക്കുകയും ചെയ്തു. പാമ്പുകൾ, കീടങ്ങൾ, വന്യജീവികൾ എല്ലാം ചുറ്റുമുണ്ടായിരുന്നെങ്കിലും അവൾ ഭയപ്പെടാതെ മുന്നോട്ട് നീങ്ങി.